നിങ്ങൾ വിഷമിക്കണ്ട. ശമ്പള പരിഷ്കരണത്തെ പറ്റി ഞാൻ ആലോചിക്കുന്നുണ്ട്. ശമ്പള പരിഷ്കരണത്തെ പറ്റി ആലോചിച്ച് താൻ എന്നെ സോപ്പിടണ്ട. മാഷ് ഞങ്ങൾക്ക് തരാനുള്ള കാശ് തന്നാ മതി. മാഷേന്ന് വിളിച്ചെന്നാവുകൊണ്ട് എന്നെ കൊണ്ട് മറ്റത് വിളിപ്പിക്കാം. മാസം ഒന്നായി കദീസു പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ കേസ് കൊടുത്തിട്ട് ഇന്ന് വരെ തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല എനിക്ക്. ഏത് കദീസു? എന്റെ ആദ്യത്തെ കിട്ടുമോ? അതുപോലെ ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരാളുടെ ചെലവിന് തന്നെ കിട്ടുന്ന തകഴില്ല. എന്നോട് ഇയാളോട് ആരാ പറഞ്ഞ 2-3 ഒക്കെ കെട്ടാൻ? ഞാനും പറഞ്ഞത് ഇയാളെന്തിനാ പെണ്ണേട്ടാ നടക്കുന്നത്? അധ്യാപകർ എന്ന് പറയുന്നത് മാതൃകാ പുരുഷന്മാരാണ്. 5-6 പെണ്ണും കെട്ടി സ്ഥാപനത്തിൽ നടക്കണ്ടാക്കാന്ന് വെച്ചാൽ കുറെ നാളെ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു. അല്ലേ മാഷ് പറയുന്നു. അയാൾക്ക് വേണമെന്ന് വെച്ചാൽ 2-3 കല്യാണം കഴിച്ചോട്ടെ. അത് അയാളുടെ ആരോഗ്യം, അയാളുടെ പേഴ്സണൽ മാറ്റേഴ്സ്. മാഷ് കൊടുത്ത മാഷം കല്യാണം കഴിച്ചോളൂ. ഞാൻ കയറാനുള്ള കാശിന്റെ കാര്യം പറയണോ? ക്യാഷ് കൊടുക്കണം മാഷേ. മാഷെ, ഞാൻ ഇത്രയും കാലം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്തിനാ എന്റെ പ്രശ്നം മറ്റുള്ളവരെ കൂടെ പറഞ്ഞ് വേദനിപ്പിക്കുന്നു? എന്റെ മകന് തൽക്കാലം ഒരു ഓപ്പറേഷൻ വേണം. വെല്ലൂർ ഹോസ്പിറ്റലിൽ കിടക്കുക. ഒരു 10,000 രൂപ എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവന്റെ ഓപ്പറേഷൻ നടത്തിയാനെ. എന്റെ കയ്യിൽ ഇതേ ഉള്ളൂ. ഇത് വിറ്റ് നിങ്ങൾ പങ്കുവെച്ചോളൂ. നിങ്ങളുടെ ആരെങ്കിലും നടക്കട്ടെ. എന്നാ വേണ്ട മാഷേ, ഞങ്ങൾക്കും മനസാക്ഷി എന്ന് പറഞ്ഞൊന്നില്ലേ? എന്നാ മാഷെ. ഒരാവേശത്തിന് ഒന്നങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വെച്ച് എന്താ മാഷേ ഇത്? മാഷേ, ഞാനൊരു ഇസ്ലാമാണ്. ശവത്ത് കുത്താന്ന് മനസ്സിലാക്കരുത്. നിങ്ങളെ ചേരും കൂട്ടടിക്ക്. വല്ലാഹി ഇയാൾക്കൊരു മോനുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ഓനക്ക് ഇങ്ങനെ ഒരു രോഗമില്ല. പിന്നെ ഈ സ്ഥാപനത്തിന്റെ മഹത്വം കേൾക്കണമെങ്കിൽ ഇതൊരു കള്ളുഷാപ്പായിനി. കഴിഞ്ഞ ലേലത്ത് കിട്ടാതായപ്പോൾ ഇയാൾ ഈ ഷെഡ് ട്യൂട്ടോറിയൽ കോളേജാക്കി മാറ്റിയതാണ്. നമ്മളൊക്കെ അധ്യാപകരല്ലേ, നമ്മളൊക്കെ കുടുങ്ങിയില്ലേ? ഇപ്പൊ ഇതിന്റെ ഷെയർ വേണമെങ്കിൽ വേണോ? എനിക്ക് വേണം. എന്നാ നടക്കി ഷാപ്പുടമേ, പോയിട്ട് വരാട്ടാ. കാണാം. നിങ്ങളല്ലാതെ ആരെങ്കിലും ചെയിനൂരി കൊടുക്കോ സാറേ? ഏടോ, മാളിയക്കൽ അവറാച്ചന്റെ മകൻ കുഞ്ഞിക്കോര എമ്മയാണ്. എനിക്കറിയാമോ? അവരിപ്പൊ കൊണ്ടുപോയ സാധനം കഴിഞ്ഞ ഭരണങ്ങാനം പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാ. അതിന്റെ വില എത്രയാണെന്ന് എനിക്കറിയാമോ? 3 രൂപ 50 പൈസ. എന്നാ നമുക്ക് മുറിയിലേക്ക് പോവാം. ഓ, ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി? അവിടെയാ? നടന്നോളൂ നടന്നോളൂ. ശല്യൊന്നും ഉണ്ടാവില്ല അവിടെ? എവിടെയാ? ഇവിടെ. ഓ ഓ, തുടങ്ങാം. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. മാഷ് ഡ്രിങ്ക്സ് കഴിക്കോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തലേദിവസം രാത്രി മദ്യപിച്ച് കിടക്കുന്നവർക്കേ പിറ്റേ ദിവസം രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ കവിതേ, ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടെന്നുള്ള പറയല്ല. ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ള ഒരു പറയാത്. നമുക്ക് എന്തെങ്കിലും കുറേശ്ശെ തുടങ്ങാം. എന്തെങ്കിലും തുടങ്ങാം. എന്താ? ക്ലാസ് തുടങ്ങാന്ന് പറയാ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, ഗമ പദാനിസ മുഷ്കരനല്ല ഞാൻ, തശീലേ. ഇനി കൂട്ടറത്ത് എഴുതിക്കോളൂ. കൂട്ടറത്ത് എഴുതാൻ നല്ല സുഖാണേ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുക്തശീലേ. മുക്ത എന്ന് വെച്ചാ നല്ലതെന്ന് അർത്ഥം. ശീല, മുക്തശീല എന്ന് വെച്ചാ ഷർട്ടിന്റെ തുണിയാവാം, അല്ലെങ്കിൽ തുണി തന്നെ. നല്ല തുണി. അയ്യോ, എന്തിനാ കഥ കളിച്ചത്? കുട്ടി പറഞ്ഞോണ്ടാ? എന്താണ് അവിടെ കിടന്ന് പരിക്കുന്നത്? അകത്ത് ട്യൂഷൻ നടക്കണ്ടേ? അതിനെന്തിനായി കഥ കടച്ചിട്ടിരിക്കുന്നത്? കണ്ണ് മുതലാളി നള്ളി പ്രായപൂർത്തിയായ പെണ്ണുങ്ങൾ വീട്ടിലുള്ളപ്പോൾ ഒരു കണ്ണ് വേണോന്ന് മുതലാളിയല്ലേ എന്നോട് പറഞ്ഞത്? പൊട്ടി! പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ട്യൂഷൻ കൊടുക്കുമ്പോൾ നിന്നോട് കഥ കിടക്കാൻ ആരാണ് പറഞ്ഞത്? ഇവിടെ നിന്നെ വിശ്വസിക്കാൻ എങ്ങനെ പുറത്തു പോണത്? നിന്നെ കാര്യസ്ഥനാക്കി എന്നെ വേണം അടിക്കാൻ.
പട്ടി എണ്ടി എരപ്പേ. ഈ പറഞ്ഞ തെറിയുടെ ഉടമസ്ഥ മുഴുവൻ താനാ. എന്ത് रूप चढ़ा मस्ताना प्यार मेरा दीवाना भूल गए हमसे ना. ബേട്ടാ അവിടെ ഇവിടെ കറങ്ങി നടക്കാതെ വീട്ടിൽ പോയിരിക്കും. എനിക്ക് വട്ട് കളിക്കണം മാജി. കളിക്കാതെ തന്നെ നമുക്കൊക്കെ വട്ടാണെന്നാ നാട്ടുകാർ പറയുന്നത്. മോനൊരു കാര്യം ചെയ്യും, നമ്മുടെ പശുവിനെ ആ കുട്ടനാരുടെ വയലിറക്കി നല്ലോണം വയറ് നിറക്കി. ഓക്കെ ഏ ബേട്ടി? അന്ന് തന്നെ പശു നെല്ലെല്ലാം തിന്നെന്ന് പറഞ്ഞ ആ കുട്ടനായർ വേണ്ട ചീത്ത പറഞ്ഞതാ. എനിക്ക് ചവിട്ടം കിട്ടി. നല്ലോണം കിട്ടിയോ? മാജി വരുമ്പോ ആ ഉതുപ്പിന്റെ കടയിൽ നിന്ന് തേങ്ങ പിണ്ണാക്ക് ചക്കരി കൊണ്ടുതരാം കേട്ടോ. സത്യമായിട്ടും കൊണ്ടുവരുമോ? കൊണ്ടുതരാം. അച്ചി മാജി. പോടാ. മാഷ് കവിത എന്താണ് ഈ നേരത്തെ ഇങ്ങോട്ട്? മാഷ് കവിത എന്താണ് ഈ നേരത്തെ? ഒരു സംശയം. എന്തിനാണ് ഒന്നാക്കുന്നത്? ഒരു 10-250 ഒന്നായിട്ട് ഇങ്ങോട്ട് ചോദിച്ചോളൂ. എനിക്കൊരു സംശയമുള്ളൂ. ഏ രാഗവിലോല എന്ന് വെച്ചാ എന്താ അർത്ഥം? എന്തോല? രാഗവിലോല. എന്തോല? രാഗവിലോല. കുട്ടിയോട് ആരാണിത് എന്നോട് വന്ന് ചോദിക്കാൻ പറഞ്ഞേ? ആ കള്ള നസ്രാണി മാഷായിരിക്കും. അയാളാണ് വേണ്ടാത്തവരെന്ന് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. കണക്കിൽ വല്ല സംശയം ഉണ്ട് എന്നോട് വന്ന് ചോദിച്ചോളൂ. കൂട്ടാനോ കഴിക്കാനോ ഹരിക്കാനോ പെരുക്കാനോ. കണക്കിൽ എനിക്കൊരു സംശയമില്ല മാഷേ. അത് മാഷല്ലേ പഠിപ്പിക്കുന്നേ? അയ്യോ, ഞാനങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാറില്ല. ഇത് പിന്നെ കുട്ടിയോടുള്ള ഒരു താല്പര്യം. എനിക്കറിയാം മാഷേ, മാഷിന് എന്നോട് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന്. എങ്ങനെ കുട്ടിക്ക് അത് മനസ്സിലായി? ആ, അതൊക്കെ എനിക്ക് മനസ്സിലാവും മാഷേ. അങ്ങനെ പെട്ടെന്ന് ആരും എന്റെ ശ്രദ്ധപ്പെടാറില്ല. ഇത് പിന്നെ കുട്ടിന്റെ ഒരു ഭാഗ്യ. ഞാനും അങ്ങനെ തന്നെയാ കരുതുന്നത്. മാഷ്ക്കറിയോ, കുറച്ച് ദിവസമായിട്ട് കണ്ണടച്ചാലും തുറന്നാലും ഒരേ ആളിന്റെ രൂപം മനസ്സിൽ. മാഷിന് ഏത് കളറാ ഇഷ്ടം? പച്ച. അയ്യോ, എനിക്കും പച്ചയാ ഇഷ്ടം. മാഷിന് പച്ച നന്നായി ചേരും. പച്ച നിറത്തിലുള്ള പാന്റ് ഷർട്ട് ഇട്ടാ മാഷിനെ കാണാൻ നല്ല രസായിരിക്കും. പിന്നെ ഒന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇവിടെ ആരുമില്ലല്ലോ. പറയണമെന്നുണ്ട് മാഷെ, പക്ഷെ ഭയങ്കര നാണം വരുന്നു. നാണപ്പിരിക്കില്ലല്ലോ. പക്ഷെ നമ്മൾ ചില സമയത്ത് അതൊക്കെ മറക്കണം. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷെ, ഞാൻ പറഞ്ഞ മാഷിനത് വല്ലാണ്ടാവില്ലല്ലോ? ഒരു വല്ലാണ്ടില്ല. എന്താ വെച്ചാൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. മാഷിന് ഈ കഷണ്ടത്തിൽ മാത്രമേ ഉള്ളൂ ഒരു കുറവായിട്ട്. ഫറൂഖിൽ വീണ്ടും പുലിശല്യം. ബോംബുകൾ പൊട്ടാൻ ഇടയുണ്ട്. ഒന്ന് പതുക്കെ വായിക്കണ്ടേ മാഷേ? അതല്ലാന്ന്, ഇതിങ്ങനെ പോയത് എവിടെ ചെന്ന് അവസാനിക്കുന്നതാണ് ഞാൻ നോക്കണേ. ഇത് അവസാനം കല്ലായി പാലത്തിന്റെ മോളിൽ നിന്ന് താഴെ വീണ് പൊട്ടും. അന്ന് തന്റെ കഥ അവസാനിക്കും. മമ്മൂട്ടാശ അവിടെ അല്ല, എവിടെയാണ്? എന്തേ? ഒരു പാർസൽ ഉണ്ട്. ഇയാൾക്ക് ഏത് വിവരമില്ലാത്ത പാഴ്സൽ റിസീറ്റ്. ഒന്ന് തുറക്കും മാഷേ. ഇതിപ്പോ തുറന്നിട്ട് നിങ്ങൾക്ക് കാണാനുള്ള കോപ്പൊന്നും ഇതിലില്ല. എന്നാലും തുറക്കും മാഷേ, ഞങ്ങളൊന്ന് കാണട്ടെ. കാണട്ടെ മാഷെ, ഇത് ദുബായിൽ നിന്റെ ഒരു അളിയൻ അയച്ചതാണ്. പേഴ്സണലാണ്. എന്നാ പിന്നെ വീട്ടിൽ ചെന്നിട്ട് തുറന്നാ മതി. ഇവിടെ വെച്ച് തുറക്കണ്ട, വല്ല ചെറിയ ബോംബായിരിക്കുന്നേ. ചുവന്നത് എന്റെ മാഷേ, അങ്ങനെ ഞാൻ വിളിച്ചോട്ടെ? അങ്ങ് എന്റേത് മാത്രമാണെന്ന് ആഗ്രഹിക്കുന്നുണ്ടാ അങ്ങനെ വിളിക്കുന്നേ. മാഷോടുള്ള എന്റെ സ്നേഹത്തിന് എന്ത് പേരിട്ട് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ഒന്നും നേരിട്ട് പറയാൻ വയ്യാത്തോണ്ടാ ഇങ്ങനൊരു കത്തെഴുതിയേ. എന്റെ കത്ത് മാഷിനൊരു അധികപ്പറ്റാവോ? ഏയ്, ഒരിക്കലും അധികപ്പറ്റാവില്ല കുട്ടി. ഞാൻ എത്ര നാളായിട്ട് കൊതിക്കണോ കുട്ടിയുടെ ഒരു പ്രേമലേഖനം വായിക്കാൻ. അതെ, ഞാൻ എന്താ വിളിക്കണ്ടേ? മാഷേന്ന് വിളിക്കണോ, ഏട്ടാന്ന് വിളിക്കണോ? മാഷേന്ന് തന്നെ വിളിക്കല്ലേ? അതൊന്നും വിളിക്കണ്ട, കൊച്ചു കള്ളാന്ന് വിളിച്ചാ മതി. അതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അയ്യപ്പങ്കാവിനടുത്തുള്ള കുന്നമ്പുറത്ത് വരുമോ?
എന്റെ ഈശോയെ. വരുമ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ആ വേഷം തന്നെ ധരിക്കാൻ മറക്കരുതേ. മറക്കില്ല കാന്താരി. ആ വേഷത്തിൽ മാഷ കാണാൻ എന്ത് രസായിരിക്കും അറിയോ? വരുമ്പോ ആരും കാണരുത്. മാഷ് വരാണ്ടിരിക്കരുത്, ഞാൻ കാത്തിരിക്കും. പിന്നെ മറ്റേ മാഷ്മാർ രണ്ടുപേരും ഈ വിവരം അറിയരുത്. മഹാബോറന്മാരാ. സ്നേഹപൂർവ്വം മാഷ്ട കവിത. ഇതിനെന്തിനാണ് കത്ത്? പറഞ്ഞാ പോരെ, ഞാൻ വരും മോളെ.